മനോരമയുടെ വേദിയിൽ ഇരുന്ന് ഇടതുപക്ഷത്തിന് അദ്ദേഹം തരുന്ന ഉപദേശത്തിന് വളരെ നന്ദി. ഈ പറഞ്ഞ സാമുദായിക രാഷ്ട്രീയ ശക്തികൾക്കും വർഗീയ ശക്തികൾക്കും നേരത്തെ അദ്ദേഹം പരാമർശിച്ച കേരളത്തിലെ ആദ്യത്തെ ജനകീയമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുന്നതിനും എല്ലാം നേതൃത്വം കൊടുത്ത ആളുകളുടെ ഒപ്പമായിരുന്നു മനോരമ. ആ മനോരമയിൽ ഇരുന്നിട്ടാണ് ഏതായാലും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ഉപദേശം നടക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിലെ ഒരു വലിയ വൈരുദ്ധ്യമായിരിക്കും. ഇടതുപക്ഷം ആരുപദേശം തന്നാലും ആ ഇടതുപക്ഷത്തെ നേർവഴിക്ക് നയിക്കാനുള്ളതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് സ്വീകരിക്കും. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. അത് ഞങ്ങള് വലിയ നിലയിൽ സ്വീകരിച്ചില്ല. അതുകൊണ്ടല്ലേ മനോരമ ഇത്രയേറെ എതിർത്തിട്ടും ഭാഷാഭൂഷണിയുടെ 100ാം വാർഷികം ആഘോഷിച്ചപ്പോൾ അന്ന് ശ്രീ KM മാത്യു ക്ഷണിച്ചു കൊണ്ടുപോയത്, അതിന്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയത് സാക്ഷാൽ സഖാവ് EMS നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും വേറെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഞങ്ങൾ അതുകൊണ്ട് ആരിൽ നിന്നാണോ ഞങ്ങൾക്ക് നല്ല ഉപദേശമുള്ളത്, ഇടതുപക്ഷത്തെ നേർവഴിക്ക് നയിക്കാനുള്ള ക്രിയാത്മകമായ ഉപദേശമുള്ളത് സ്വീകരിക്കാം. എന്നാൽ ഇപ്പൊ നടക്കുന്ന ചർച്ച എന്താ? അത് ഇടതുപക്ഷത്തെ നേർവഴിക്ക് നയിക്കാനോ ഇടതുപക്ഷത്തിന് ശക്തി പകരാനോ അല്ല. ഇത് ധൃതരാഷ്ട്രാലിംഗനമാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിന്റെ തുടർച്ച അത് വലിയ നിലയിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അത് വരാതിരിക്കാൻ പൊതുബോധത്തിൽ CPIM-നെ കുറിച്ചും ഇടതുപക്ഷത്തെ കുറിച്ചും അവമതിപ്പുണ്ടാക്കണം.